Hi friends, welcome back. ഇന്ന് നമ്മൾ നല്ലൊരു ഗാർലിക് നാനിന്റെ റെസിപ്പിയും ചിക്കൻ മുഗളായിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗാർലിക് നാനിനുള്ള പൊടി കുഴച്ച് വെക്കണം. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം അതൊന്ന് മാറ്റി വെക്കുക. മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീറ്റിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് കുഴച്ചെടുത്ത ശേഷം വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുഴച്ചപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം നേരിയ ചൂടുവെള്ളം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒലിവ് ഓയിൽ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം പൊങ്ങാൻ വെക്കണം. ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കുക. ഇനി നമുക്ക് മുഗളായി ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് 4-5 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഓനിയൻ ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ റോസ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും എടുക്കാം, ബോണുള്ളത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് കിട്ടണം. രണ്ട് 3 മിനിറ്റോളം ചിക്കൻ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ക്യുമിൻ പൗഡർ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. നമുക്കിത് 2-4 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മുടെ ഫ്ലെയിം വെച്ചാൽ മതി. നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാത്ത കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് 2-4 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ ഈ കറിയിൽ തീരെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ.
ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 4 മിനിറ്റോളം വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് മൂടിയെടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നാല് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഞാൻ 5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 5-8 എണ്ണം മതിയാവും കേട്ടോ. പിന്നെ 1.5 ടീസ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് കീറിയിട്ടിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂണോളം മേത്തി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. നമ്മുടെ ഉലുവയുടെ ഇലയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ നല്ല രുചിയായിരിക്കും. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ ഫ്ലെയിം വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ഇനി നമുക്ക് നാനിലേക്കുള്ള ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. ഞാൻ ഇതുപോലത്തെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബ്രെഡിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്ന ബട്ടറാണ് കേട്ടോ. ഏത് ബട്ടർ വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൾട്ടാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ചിട്ടൊന്ന് മൾട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം ക്രഷ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഗാർലിക്കൊക്കെ അരഞ്ഞു കിട്ടുന്നത് വരെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം നമ്മുടെ ഗാർലിക്കിൻ്റെ ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ബേസിൽ ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പാഴ്സലിയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഗാർലിക്കും ബട്ടറും കൂടിയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചത് അത് മാത്രമായാലും നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ നാനിലേക്കുള്ള ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് കുഴച്ചത് എന്തായി നോക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് നമ്മുടെ മുഗളായി ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈം വരെയാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മാവൊക്കെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടി കുറച്ച് തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. നീളത്തിൽ വേണമെങ്കിലും പരത്താം, റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത് ഹോൾസ് ഇടുന്നത് നന്നായിട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി പൊങ്ങി വന്നാൽ അത് കുബൂസ് പോലെ ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് പൊങ്ങി എടുക്കണം എന്നുണ്ടെങ്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഇതുപോലെ കുമിളകൾ വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാൻ ബ്രെഡാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തതിന് പകരം കുഴച്ചെടുക്കുമ്പോൾ തൈര് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം.
തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈസ്റ്റിന് പകരം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് 1/2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ചേർക്കണ്ട. പിന്നെ ബാക്കി എല്ലാതും പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഇനി നമ്മുടെ നാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല കളറായിട്ടാണ് കേട്ടോ കിട്ടുക. നിങ്ങൾക്കിത് പൊന്തി വരണമെന്നുണ്ടെങ്കിൽ ആ ഹോൾസ് ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഓരോ നാനും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള നാൻ ബ്രെഡാണ്. ഇത് ചൂട്ടോടെ വേണം നമ്മുടെ കറിയുടെ കൂടെ കഴിക്കാൻ. അതിപ്പോൾ നാനായാലും കുബൂസായാലും ചൂട്ടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറി കഴിയുമ്പോൾ അത് അന്ന് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാം നാനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അടിച്ചു വെച്ച ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ നാൻ ബ്രെഡിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കറി ഇല്ലെങ്കിലും ഈ ഗാർലിക് നാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് കട്ടൻ ചായയുടെ കൂടെയോ ജ്യൂസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇത് ബാക്കിയായാൽ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മളിത് കീപ്പ് ചെയ്യുക. ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. എന്നിട്ട് മക്കൾക്കൊക്കെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തേച്ച് കൊടുത്താൽ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. നമ്മുടെ കറി അതിൻ്റെ ഇടയിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നന്നായിട്ട് കുറുകിയ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് നാനും മുഗളായി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കറി ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ കോമ്പിനേഷനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.